കിനാക്കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ. കിനാക്കൂടുമായി മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ. തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം. ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും. ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ്റെ അമൃതം. അരികിലിരിക്കുന്ന ദൈവം അകലെയാണെന്നു ഞാൻ കരുതി. അറിയാൻ വൈകി അലിയാൻ വൈകി അവനെനിക്കായൊഴുക്കിയ സ്നേഹം നുകരാൻ ഞാൻ വൈകി. എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. അരികിലിരിക്കുന്ന ദൈവം അകലെയാണെന്നു ഞാൻ കരുതി. അറിയാൻ വൈകി അലിയാൻ വൈകി അവനെനിക്കായൊഴുക്കിയ സ്നേഹം നുകരാൻ ഞാൻ വൈകി. ഒരു മാത്ര പോലും എന്നെ പിരിയാതിരുന്നിട്ടും ഞാൻ അറിയാതെ പോയല്ലോ ആ ദിവ്യ സ്നേഹം. ഒരു മാത്ര പോലും എന്നെ പിരിയാതിരുന്നിട്ടും ഞാൻ അറിയാതെ പോയല്ലോ ആ ദിവ്യ സ്നേഹം. എന്നിൽ വന്നു നിറയുന്ന പാപങ്ങളെല്ലാം തിരുരക്തത്താലവൻ ഒപ്പിയെടുത്തതും. എന്നിൽ വന്നു നിറയുന്ന പാപങ്ങളെല്ലാം
തിരുരക്തത്താലവൻ ഒപ്പിയെടുത്തതും ഞാനറിയാൻ വൈകി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ, എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. അരികിലിരിക്കുന്ന ദൈവം അകലെയാണെന്നു ഞാൻ കരുതി. ആരാരും അറിയാതെ എൻ നൊമ്പരങ്ങളിൽ ആശ്വാസം നിറച്ചതും അവനാണെന്നറിഞ്ഞില്ല. ആരാരും അറിയാതെ എൻ നൊമ്പരങ്ങളിൽ ആശ്വാസം നിറച്ചതും അവനാണെന്നറിഞ്ഞില്ല. എൻ്റെ ഉള്ളിലെ നൊമ്പരമെല്ലാം തിരുക്കുരിശാലവൻ പൊട്ടിച്ചെറിഞ്ഞതും, എൻ്റെ ഉള്ളിലെ നൊമ്പരമെല്ലാം തിരുക്കുരിശാലവൻ പൊട്ടിച്ചെറിഞ്ഞതും ഞാനറിയാൻ വൈകി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ, എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. അരികിലിരിക്കുന്ന ദൈവം അകലെയാണെന്നു ഞാൻ കരുതി. അറിയാൻ വൈകി, അലിയാൻ വൈകി, അവനെനിക്കായി ഒഴുക്കിയ സ്നേഹം നുകരാൻ ഞാൻ വൈകി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ, എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. അരികിലിരിക്കുന്ന ദൈവം അകലെയാണെന്നു ഞാൻ കരുതി. അറിയാൻ വൈകി, അലിയാൻ വൈകി, അവനെനിക്കായി ഒഴുക്കിയ സ്നേഹം നുകരാൻ ഞാൻ വൈകി. യേശുക്രിസ്തുവിൽ പ്രിയ സ്നേഹിതരെ, നമ്മളിന്ന് കർത്താവിൻ്റെ കരുതുന്ന സ്നേഹത്തെക്കുറിച്ചാണ് ധ്യാനിക്കുന്നത്. ബൈബിളിലെ പ്രധാനപ്പെട്ട 3 സംഭവങ്ങളിലൂടെ നമ്മളിന്ന് കടന്നു പോവുകയാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസിസി ദൈവത്തിൻ്റെ കരുതുന്ന സ്നേഹത്തെക്കുറിച്ച് പറയുന്നത് ഒരു വേട്ടനായുടെ കഥ പറഞ്ഞിട്ടാണ്. തൻ്റെ ജീവിതത്തിൽ ഒരു സമയത്ത് ദൈവത്തെ ഉപേക്ഷിച്ച നിമിഷത്തിൽ അസിസി ഇങ്ങനെയാണ് പറയുന്നത്. തൻ്റെ കൂടെ നടന്ന് തന്നെ പരിപാലിക്കുന്ന, തന്നെ സംരക്ഷിക്കുന്ന ഒരു വേട്ടപ്പെട്ടി ഉണ്ടായിരുന്നു. ഒരിക്കൽ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ വേണ്ടി അസിസി അതിനെ വിട്ട് ഓടാൻ തുടങ്ങി. വേട്ടപ്പെട്ടിയും കൂടെ ഓടാൻ തുടങ്ങി. വളരെ ദൂരം ഓടിയപ്പോൾ, വളരെ വേഗത്തിൽ ഓടി അസിസി വേട്ടപ്പെട്ടിയെ മറികടന്ന് ഓടിക്കൊണ്ടേയിരിക്കുമ്പോൾ ഒരു നിമിഷം തിരിഞ്ഞു നോക്കി. വേട്ടപ്പെട്ടി പുറകെ തന്നെ ഉണ്ടായിരുന്നു. കുറേ കഴിഞ്ഞ് വേട്ടപ്പെട്ടിനും പിടിയും രക്ഷപ്പെട്ട് ദൂരേക്ക് പോയി തിരിഞ്ഞു നോക്കുന്ന വേട്ടപ്പെട്ടി ഇല്ലായിരുന്നു. അകലെ ക്ഷീണിച്ച് കുഴഞ്ഞ് കിതച്ചുകൊണ്ട് വിശ്രമിക്കുന്ന അസിസി പുറകിലൊരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ വേട്ടപ്പെട്ടിയും പുറകിലിരുന്ന് കിതയ്ക്കുകയായിരുന്നു. അസിസി പറയുകയാണ്, ഇതാണ് കരുതുന്ന സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഉടമ്പടിയെന്ന്. എവിടെ പോയാലും എങ്ങനെ പോയാലും എന്നെ ദൈവം പിന്തുടരുന്നു, അവിടുന്ന് തൻ്റെ സ്നേഹവലയത്തിൽ എന്നെ സംരക്ഷിച്ച് നിർത്തുന്നുവെന്ന്. പണ്ടൊരു പെൺകുട്ടി മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ വെച്ച് കർത്താവ് അവളോട് ചോദിച്ചു, സാറായുടെ
ദാസിയായ ഹാഗാർ, നീ എവിടേക്ക് പോകുന്നു എന്ന്. ഹാഗാർ പറഞ്ഞു, ഞാൻ എൻ്റെ യജമാനത്തെ വിട്ട് ഓടിപ്പോവുകയാണെന്ന് പറഞ്ഞു. കർത്താവ് അവൾ പറഞ്ഞു, തിരികെ പോവുക. കർത്താവ് അവൾക്ക് സമാശ്വാസ വാക്കുകൾ പറഞ്ഞു കൊടുത്തു. അവളെക്കുറിച്ചുള്ള തൻ്റെ പദ്ധതി വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകം 16-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു വചനം അവിടെ എഴുതി വച്ചിട്ടുണ്ട്. അവൾ തന്നോട് സംസാരിച്ച ദൈവത്തെ എൽറോയ് എന്ന് വിളിച്ചു. കാരണം എന്നെ കാണുന്ന ദൈവത്തെ ഞാനും ഇവിടെ വെച്ച് കണ്ടു എന്നവൾ പറഞ്ഞു. നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന ഒരു അനുഭവം ഇതാണ്. എല്ലാ പ്രവാചകന്മാരുടെ ജീവിതത്തിലും എല്ലാ വിശുദ്ധരുടെ ജീവിതത്തിലും ഒരു നിമിഷമെങ്കിലും ദൈവനെ കൈവിട്ടോ എന്ന് തോന്നിയ നിമിഷങ്ങളുണ്ട്, തകർന്നുപോയ നിമിഷങ്ങളുണ്ട്, പരിഭ്രമിച്ച നിമിഷങ്ങളുണ്ട്. ജോബ് പറയുകയാണ്, എനിക്ക് ശ്വാസം വിടാൻ പോലും നേരം അനുവദിക്കാതെ എന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ദൈവമെന്ന്. ആ ദൈവത്തെ ഞാൻ കണ്ടുമുട്ടുന്ന നിമിഷത്തെയാണ് എൽറോയ് എന്ന് പറയുന്നത്. ഹാഗാർ അവിടെ വെച്ച് ദൈവത്തെ കണ്ടു. തന്നെ കാണുന്ന ദൈവത്തെ ഹാഗാർ അവിടെ വെച്ച് കണ്ടു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോൾ ഈ ഹാഗാർ എന്ന് പറയുന്ന വാക്കിന് വരെ നമ്മുടെ ഓരോരുത്തരും പേര് ചേർത്തി വെച്ച് ഒന്ന് വായിക്കുക. എൽറോയ് അനുഭവം നമുക്ക് അവിടെ ഉണ്ടാകും. അവൾ തിരിച്ചുപോയി സാറായ്ക്ക് വിധേയപ്പെട്ട് ജീവിച്ചപ്പോൾ അബ്രഹാത്തെ പ്രേരിപ്പിച്ച് സാറ ഹാഗാറിൽ നിന്നും ഒരു പുത്രനെ സ്വന്തമാക്കുകയാണ്. അവൻ്റെ പേരുമിട്ടു ഇസ്മായിൽ. സന്തോഷത്തോടെ കഴിഞ്ഞപ്പോൾ ഒരിക്കൽ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് സാറായിക്ക് തന്നെ ഒരു പുത്രൻ ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്തു. അങ്ങനെ ഇസ്ഹാക്ക് ജനിച്ചു കഴിയുമ്പോൾ ഇസ്മായിൽ പുറന്തള്ളപ്പെട്ടവനായി മാറുന്നു. ഇന്നും ഇസ്ഹാക്കും ഇസ്മായിലും നമ്മുടെ ഇടയിൽ സംഭവിക്കുന്നു. കഴിഞ്ഞ ഒരു മാസത്തിൽ നമ്മൾ കണ്ട അമേരിക്കയിൽ ഇന്ത്യയിൽ നിന്ന് ദത്തെടുത്തൊരു കുഞ്ഞ്, അവർക്ക് സ്വന്തമായിട്ടൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കുന്നില്ല എന്നുള്ള കാരണം പറഞ്ഞ് പുറത്ത് നിർത്തിയിട്ട് വാതിലടച്ചു. പിന്നീട് കുഞ്ഞിനെ കണ്ടില്ല എന്നാണ് പറയുന്നത്. ചെന്നായ്ക്കൾ പിടിച്ചുകൊണ്ട് പോയി, അവിടെ ചെന്നായ്ക്കളുള്ള സ്ഥലമാണെന്ന് പറയുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം ഒരു കലുങ്ങിൻ്റെ അടിയിൽ നിന്ന് കുഞ്ഞിനെ കിട്ടി. പലപ്പോഴും ഇസഹാക്കുകൾ വരുമ്പോൾ ഇസ്മായിലുകൾ പുറന്തള്ളപ്പെടാറുണ്ട്. അങ്ങനെ ഒരു തോൽക്കുടം വെള്ളവും കുറച്ച് അപ്പവും തോളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അബ്രഹാം ഹാഗാറിനെ മരുഭൂമിയിലേക്ക് പറഞ്ഞു വിടുകയാണ്. അവിടെ വെച്ചിട്ട് കുഞ്ഞ് മരിക്കുന്നത് കാണാൻ ശക്തിയില്ലാതെ ഹാഗാർ ഒരു കുറ്റിക്കാട്ടിൽ കുഞ്ഞ് ഇസ്മായിലിനെ കിടത്തിയിട്ട് ഒരു അമ്പെയ്ത്ത് ദൂരം മാറിയിട്ട് കുഞ്ഞിന് പുറംതിരിഞ്ഞിരിക്കാൻ തുടങ്ങി. കുഞ്ഞ് ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. ഉച്ചത്തിൽ കരയുന്ന കുഞ്ഞിൻ്റെ സ്വരം ദൈവം കേട്ടു എന്നാണ് ബൈബിൾ പറയുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകം 21-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, കുഞ്ഞിൻ്റെ കരച്ചിൽ ദൈവം കേട്ടു. അവിടുന്ന് ഹാഗാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഹാഗാർ, നീ വിഷമിക്കേണ്ട, ഭയപ്പെടുകയും വേണ്ട, കുഞ്ഞിൻ്റെ കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നു. ഈ ഹാഗാർ എന്നുള്ള വാക്കിൽ നമ്മുടെ പേര് ചേർത്ത് നമുക്കൊന്ന് ധ്യാനിക്കാം. അല്ലോ മറിയം, അല്ലെങ്കിൽ ജോസഫേ, നീ വിഷമിക്കേണ്ട, ഭയപ്പെടുകയും വേണ്ട, നിൻ്റെ കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനം 56:8 ഇങ്ങനെ പറയുന്നുണ്ട്, നിൻ്റെ അലച്ചിലുകൾ അവിടുന്ന് എണ്ണിയിട്ടുണ്ട്, നിൻ്റെ കണ്ണീർ കണങ്ങൾ അവിടുന്ന് എൻ്റെ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ടെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ഇസ്മായിലിൻ്റെ അനുഭവമാണ് നിയമാവർത്തനം 32:10 നമ്മൾ കാണുന്നുണ്ട്. അവിടുന്ന് അവനെ മരുഭൂമിയിൽ ശൂന്യത ഊരിയിടുന്ന മരുഭൂമിയിൽ കണ്ടെത്തി അവനെ വാരിപ്പുണർന്ന് താല്പര്യപൂർവ്വം പരിചരിച്ച് തൻ്റെ കണ്ണിലുണിയായി സൂക്ഷിച്ചു എന്ന്. രണ്ടാമത് നമ്മൾ മറ്റൊരു സംഭവത്തിലേക്ക് പോവുകയാണ്. ബൈബിൾ ഏറ്റവും വലിയവനായ ഒരു പ്രവാചകനാണ് ഏലിയ പ്രവാചകൻ. വളരെ ശക്തനായ പ്രവാചകൻ. 3 വർഷവും 6 മാസവും ആകാശം അടച്ചുപൂട്ടിയ മനുഷ്യൻ. ഈ മനുഷ്യൻ ബാലിൻ്റെ പ്രവാചകന്മാരെ ബാല് ദൈവമെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് അവരെ ബലിപീഠത്തിൽ അത്രയും ബലിവസ്തുക്കളുടെ മേൽ ദൈവം പ്രസാദിക്കുന്നതിനാണ് തെളിയിച്ചു കഴിഞ്ഞപ്പോൾ ആ ജനക്കൂട്ടത് കണ്ട് വിസ്മയിച്ചു. എന്നിട്ട് ഏലിയ പ്രവാചകൻ ഒരു ബലിപീഠം ഒരുക്കുകയാണ്. ആ ബലിവസ്തുവിന് മേരയിലേക്ക് അനേകം കുടങ്ങൾ വെള്ളം കൊണ്ടുവന്ന് നിറയ്ക്കാൻ പറയുന്നുണ്ട്. ബലിവസ്തു മൊത്തം നനച്ചു, വിറക് നനച്ചു, ബലിപീഠം നനച്ചു, മൊത്തം വെള്ളം കിട്ടി നിർത്തിയിട്ട് അദ്ദേഹം ദൈവത്തോട് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ നിമിഷം സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ബലിവസ്തുവും ബലിപീഠവും ഉൾപ്പെടെ കത്തി നശിക്കുകയാണ്. അങ്ങനെ ബലി ദൈവം സ്വീകരിച്ചു. ഇത് കണ്ട് ജനങ്ങൾ ബാലിൻ്റെ പ്രവാചകരെയും ബാലിൻ്റെ അനുഭാവികളെയും ചേർന്ന് നശിപ്പിക്കുന്നൊരു നിമിഷമുണ്ട്. ഇത് കണ്ട് ഭയപ്പെട്ടിട്ട് ഓടിപ്പോകുന്ന ഏലിയ മരുഭൂമിയിൽ അവിടെ വെച്ചൊരു സംഭവം പറയുന്നുണ്ട് ബൈബിള്. 1 രാജാക്കന്മാരുടെ 17:4 ഏലിയ മരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു, ഭയപ്പെട്ടുപോയി. തൊട്ടടുത്ത നിമിഷം 17:5 നമ്മൾ കാണുന്നുണ്ട്, കുലുക്കി വിളിച്ചിട്ട്
ദൈവദൂതൻ ഏലിയെ കുലുക്കി വിളിച്ചിട്ട് പറഞ്ഞു, എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുക. 19:4 നമ്മൾ ഈ കാണുന്ന 4, 5, 6 വാക്കിൽ നമ്മൾ കാണുന്നുണ്ട്. ഏലിയ ഉണർന്നു നോക്കുമ്പോൾ ചുട്ടെടുത്ത അപ്പവും ഒരു പാത്രം വെള്ളവും തലക്കിലിരിക്കുന്നു. 19:4 ദൈവം പറയുകയാണ്, നിനക്ക് ഭക്ഷണം തരാൻ ഞാൻ കാക്കകളോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന്. 19:5 നമ്മൾ കാണുന്നുണ്ട്, രാവിലെയും വൈകിട്ടും കാക്കകൾ അവന് അപ്പവും മാംസവും കൊണ്ടുവന്ന് കൊടുത്തു എന്ന്. പ്രിയപ്പെട്ടവരെ, ഏതവസ്ഥയിലും എത്ര തകർച്ചയിലും ഏത് ദൂരത്തേക്ക് പോയാലും നമ്മളെ കരുതുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. മൂന്നാമതൊരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. വളരെ ശക്തനായ മറ്റൊരു പ്രവാചകൻ ദാനിയേൽ ബാലിൻ്റെ വ്യാളി ദൈവമില്ല എന്ന് പറഞ്ഞപ്പോൾ, തെളിയിക്കാൻ വന്നപ്പോൾ കൊഴുപ്പും മാംസവും ഭക്ഷണവും കലർത്തി ടാറിൻ്റെ കൂടെ പുരട്ടിയിട്ട് ഉരുളയാക്കി അതിന് തിന്നാൻ കൊടുക്കുകയും അത് വയറ് പൊട്ടി ചത്തുപോവുകയും ചെയ്തു. രാജാവിനോട് പറഞ്ഞത് ദൈവമല്ല, അതൊരു ജീവി മാത്രമാണെന്ന്. പക്ഷെ ജനങ്ങൾ മൊത്തം ഇളകിയിട്ട് ദാനിയേലിനെ കൊല്ലാൻ കൽപ്പിച്ചു. അത് ചെയ്യുന്നില്ല എങ്കിൽ രാജാവിനെയും കുടുംബത്തെയും കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ ഭയപ്പെട്ട രാജാവ് ദാനിയേലിനെ സിംഹക്കുഴിയിൽ എറിയുകയാണ്. അന്ന് വരെ കൊടുത്തുന്ന ഭക്ഷണമെല്ലാം സിംഹങ്ങൾ നിർത്തിയിട്ട് 6 ദിവസം സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേൽ ദൈവം അവരുടെ വാ പൂട്ടി. ഒരു പ്രതീക്ഷകളിലായിരിക്കുന്ന നിമിഷങ്ങളിൽ 6 ദിവസം പട്ടിണി കിടക്കുന്നുണ്ട്. സിംഹങ്ങളുടെ നടുവിൽ കഴിയുന്ന ദാനിയേലിൽ നിസ്സഹായത അവസ്ഥ. ഞാനും നിങ്ങൾക്ക് പുരുഷൻ്റെ പ്രതീകമായിരിക്കാം. അങ്ങ് അകലെ മറ്റൊരു രാജ്യത്ത് യൂദയായിൽ തൻ്റെ ജോലിക്കാർക്ക് ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടി പൊടിച്ച അപ്പവും ഇറച്ചിക്കറിയുമായിട്ട് വയലിലേക്ക് പോകുന്നൊരു ഹബക്കൂക്ക് പ്രവാചകനെ നമുക്ക് കാണാൻ പറ്റും. കർത്താവിൻ്റെ ദൂതൻ വന്നിട്ട് പറയുകയാണ്, ഹബക്കൂക്ക്, ബാബിലോണിൽ സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേലിന് ഭക്ഷണം കൊണ്ടു കൊടുക്കുക എന്ന്. ഹബക്കൂക്ക് പറയുകയാണ്, എനിക്ക് ദാനിയേലിനെയും അറിയില്ല, ബാബിലോണും അറിയില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം വളരെ ശക്തമാണ്. കർത്താവിൻ്റെ ദൂതൻ ഹബക്കൂക്ക് പ്രവാചകന്റെ മുടിയിൽ കുത്തിപ്പിടിച്ചിട്ട് വായു വേഗത്തിൽ, എന്ന് വെച്ചാൽ നമ്മുടെ ഇന്നത്തെ ഒരു ജെറ്റ് വിമാനത്തിൻ്റെ വേഗത്തിൽ അവനെ കൊണ്ട് സിംഹക്കുഴിയുടെ മുകളിൽ നിർത്തുകയാണ്. അവിടെ വെച്ച് ദാനിയേലിനെ വിളിക്കുകയാണ് ഹബക്കൂക്ക്, ദാനിയേൽ, ദാനിയേൽ, എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചാലും. പ്രിയപ്പെട്ടവരെ, ദാനിയേൽ പറയുന്നൊരു വാക്യവും നമ്മൾ മറക്കരുത്. ദാനിയേൽ കണ്ണു തുറന്നു നോക്കിയിട്ട് പറയുന്ന ദാനിയേലിൻ്റെ പുസ്തകം 19-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ദൈവമേ, അങ്ങനെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഒരിക്കലും മറക്കുന്നില്ലല്ലോ എന്ന്. ദൈവമേ, അങ്ങനെ ഓർമ്മിച്ചിരിക്കുന്നുവെന്ന്. ദൈവം എന്നും എപ്പോഴും ഞങ്ങളെപ്പോഴും ഓർമ്മിക്കുന്നു. ദൈവം എപ്പോഴും നമ്മളെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ കരുതലിൻ്റെ സംരക്ഷണത്തിൻ്റെ വലയത്തിലാണ് നമ്മളെപ്പോൾ. എപ്പോഴാണ് നമ്മൾ ദൈവത്തിലേക്ക് മുഖം തിരിക്കുന്നത്, അപ്പോൾ ദൈവം നമ്മളെ ഉറ്റുനോക്കിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എപ്പോഴാണ് നമ്മൾ ദൈവത്തെ ശ്രദ്ധിച്ചു തുടങ്ങുന്നത്, ഏത് തകർച്ചയിലും ഏത് പ്രശ്നങ്ങളുടെ നടുവിലും നമ്മളെപ്പോഴാണ് ദൈവത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരുന്നത്, അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മൾ കൗതുകപൂർവ്വം വാത്സല്യപൂർവ്വം നമ്മളെ സംരക്ഷിച്ചു നോക്കിയിരിക്കുന്ന ഒരു ദൈവത്തെ. ദാനിയേൽ കണ്ടു, സിംഹക്കുഴിയിൽ 6 ദിവസം സിംഹങ്ങളുടെ ഇടയിൽ കഴിയുകയാണ്. ഒന്നും സംഭവിച്ചില്ല. ഒന്നും സംഭവിക്കാഞ്ഞതല്ല വിഷയം. അവിടെ ഇവന് വിശക്കുമ്പോൾ ഈ അവസ്ഥയിലേക്ക് ദൈവം അകലങ്ങളിൽ നിന്ന് മറ്റൊരു രാജ്യത്ത് നിന്ന് ഹബക്കൂക്ക് പ്രവാചകനെ അവിടെ കൊണ്ടുവന്ന് അതേ ഭക്ഷണം, നല്ല ഭക്ഷണം ഒരുക്കി കൊടുക്കും ദൈവം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം കരുതുന്ന ദൈവമാണ്, സംരക്ഷിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ പത്രോസിലെ ഇങ്ങനെ പറയുന്നത്, 1 പത്രോസ് 5:6 ദൈവത്തിൻ്റെ ശക്തമായ കരുത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുകയാണ്, അവിടെ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളുമെന്ന്. നമ്മുടെ ജീവിതത്തിൽ ഈ തക്ക സമയം തിരിച്ചറിയുക. ബൈബിളിനെ കൈറോസ് എന്ന് പറയും. 2 കൊരിന്തോസ് 6:2 സ്വീകാര്യമായ സമയം, രക്ഷാകരമായ സമയം. അത് പലപ്പോഴും നമ്മുടെ സമയമായിരിക്കുകയില്ല. ഇസ്മായിലിന് അങ്ങനെ ഒരു സമയമുണ്ടായിരുന്നു, ഏലിയയ്ക്ക് അങ്ങനെ ഒരു സമയമുണ്ടായിരുന്നു, ദാനിയേലിന് അങ്ങനെ ഒരു സമയമുണ്ടായിരുന്നു. എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ ഒരു കൈറോസ് അനുഭവം നമുക്കുണ്ടാകണം, ഒരു എൽറോയ് അനുഭവം ഉണ്ടാകണം. ഒരു സിംഹക്കുഴിയിൽ കിടക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് ദൈവമേ അങ്ങനെ ഓർത്തല്ലോ എന്ന് പറയുന്നൊരു അനുഭവം ഉണ്ടാകണം. അതുകൊണ്ടാണ് സങ്കീർത്തനം പറയുന്നത് 34:10 സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം, എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും ഒരു കുറവും സംഭവിക്കുകയില്ല എന്ന്. നമുക്കറിയാം, കാട്ടിലെ ഏറ്റവും വലിയ രാജാവാണ് സിംഹം. അതിൻ്റെ കുട്ടികൾക്ക് ഒരിക്കലും വിശക്കുകയില്ല. എവിടെ നിന്നെങ്കിലേക്ക് അമ്മയോ അച്ഛനോ അതിന് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടു കൊടുക്കും. ഒരിക്കലും ബുദ്ധിമുട്ട് വരികയില്ല. ഒരു പക്ഷേ ആ സിംഹക്കുട്ടികൾക്ക് വിശന്ന് വലഞ്ഞേക്കാം. തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെ സംഭവിച്ചാൽ പോലും തന്നെ അന്വേഷിക്കുന്നവർക്ക്, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടും സംഭവിക്കുകയില്ല എന്ന്. നമ്മുടെ ജീവിതത്തിൽ ഈ സംരക്ഷിക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നുള്ളത്, കരുതുന്ന ദൈവം എൻ്റെ കൂടെയുള്ളതെന്നുള്ള തിരിച്ചറിവാണ് എൻ്റെ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാനും പ്രതിസന്ധികളെ നേടാനും എന്നെ സഹായിക്കുന്നത്.
നിയമാവർത്തനം 4-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ പറയുന്നുണ്ട്, നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളതെന്ന്. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ ഇത്ര അടുത്തുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ജനത നമ്മളാണ്. നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ കൂടെ ആയിരുന്നുകൊണ്ട്, നമ്മളെ സംരക്ഷിച്ചുകൊണ്ട്, നമ്മളെ സ്നേഹിച്ചുകൊണ്ട്, എപ്പോൾ വിളിച്ചാലും ഓടി അരികിൽ വരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പലപ്പോഴും നമ്മൾ ആവശ്യപ്പെടുന്ന സമയങ്ങളിൽ ദൈവത്തിൻ്റെ കരുതൽ നമുക്ക് അറിയണമെന്നില്ല. പക്ഷേ തിരിച്ചറിയുക, തക്ക സമയത്ത്, യഥാർത്ഥ സമയത്ത് എൻ്റെ കൂടെ എൻ്റെ ദൈവം സഹായത്തിനുണ്ടാകും. ഓരോ പ്രവാചകനും ഓരോ വിശുദ്ധരും അവരുടെയൊക്കെ ജീവിതത്തിൽ സഭയിൽ കടന്നു എല്ലാ വഴികളിലും ഒരുപാട് വിശുദ്ധർ പീഡിപ്പിക്കപ്പെട്ടു, ഒരുപാട് വിശുദ്ധർ കൊല്ലപ്പെട്ടു. അവരൊക്കെ തന്നെ ഭയന്നിട്ടുണ്ടാകാം. പക്ഷേ അവരൊരു കാര്യം മാത്രം ഓർത്തു, ദൈവമേ അങ്ങ് ഞങ്ങളെ ഓർക്കുന്നു, ദൈവമേ അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കുന്നു, ദൈവമേ അങ്ങ് ഞങ്ങളെ കരുതുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധിയിലൂടെ കടന്നു പോകാം, കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകാം, പ്രശ്നങ്ങളിലൂടെ കടന്നു പോകാം. എപ്പോഴും എൻ്റെ ദൈവം എന്നെ കരുതുന്നു എന്ന് തിരിച്ചറിയുക, എന്നെ സ്നേഹിക്കുന്നു എന്ന് തിരിച്ചറിയുക. ഒരിക്കലും കൈവിടാത്ത ദൈവം, ആ ദൈവത്തിൻ്റെ കരങ്ങളുടെ കീഴിൽ താഴ്മയോടെ ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടെ നമ്മളെ ഉയർത്തും. സംഗീതത്തിൽ 46:10 പറയുന്നു, ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ കരുതുന്ന ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ധ്യാനിക്കാം. ബൈബിളിലെ 3 സംഭവങ്ങളെ നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സഭയും നമ്മുടെ സഭയിലെ വിശുദ്ധരും അനേകം രക്തസാക്ഷികളും ഒക്കെ പ്രതിസന്ധിയിലൂടെയും പ്രശ്നങ്ങളിലൂടെയും കടന്നുപോയവരാണ്. ഒരു പ്രവാചകൻ ജീവിതം സ്വസ്ഥമായിരുന്നില്ല, അവരെപ്പോഴും പ്രതിസന്ധികളിലായിരുന്നു. അവരെയൊക്കെ കാത്തുപാലിച്ച ദൈവം, അവരെയൊക്കെ സംരക്ഷിച്ച ദൈവം, അവരെയൊക്കെ കരുതിയ ദൈവം എന്നെയും നിങ്ങളെയും കരുതുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. നമുക്ക് അവരെ ചേർത്ത് നിർത്തിയ ദൈവം നമ്മളെയും ചേർത്ത് നമ്മളെ വിശ്വാസത്തിൽ പ്രത്യാശ നമുക്ക് ഒരുമിച്ച് ചേർന്ന് കാത്തോണ്ട് ഒരുമിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, തകർച്ചയുടെ വക്കിലും മരുഭൂമി അനുഭവത്തിലും സിംഹക്കൂട്ടിലും നിൻ്റെ പ്രിയപ്പെട്ടവരെ സംരക്ഷിച്ച ദൈവമേ, ഞങ്ങളൊക്കെ പലപ്പോഴും തകർച്ചയിലും തടങ്കലിലും വേദനയിലും ദുഃഖത്തിലുമാണ്. ഞങ്ങൾ തിരിച്ചറിയുന്നു അങ്ങ് എപ്പോഴും ഞങ്ങളെ കാണുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട ദൈവമേ, എപ്പോഴും ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന അങ്ങയുടെ കരുതുന്ന സ്നേഹത്തെ തിരിച്ചറിയാനും ഞങ്ങളെപ്പോഴും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ അമൃതം